ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് അരി കുതിർക്കയോ അരിപ്പൊടിയോ അരിയോ ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ റവ മാവ് എടുത്തിട്ടുണ്ട്. അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1/4 കപ്പ് അളവിൽ വെള്ള അവലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടി വെള്ള അവൽ തന്നെ എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങയും അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ചോറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കലക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ മിക്സിയിൽ അടിക്കുമ്പോൾ എല്ലാം ഒരേ ഇതിൽ തന്നെ അരഞ്ഞ് വരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടകൾ കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു റവ മാവും അതുപോലെ തന്നെ അവലും കൂടി നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കുമ്പോൾ തന്നെ ആ അവലും എല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കലക്കി ഒന്ന് കുതിർന്ന് വരുമ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു അരയ്ക്കുന്ന ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ കുതിർത്ത് വച്ചിരിക്കുന്ന റവ മാവും ചോറും എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തലേദിവസം അരച്ച് വെക്കണമെന്നില്ല, അരി കുതിർക്കേണ്ട, അരിപ്പൊടി വേണ്ട, ഒന്നുമില്ലാതെ തന്നെ നല്ല പഞ്ഞി പോലത്തെ അപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മാവ് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈ കൊണ്ട് തന്നെ മാവ് ഒന്ന് നല്ലതുപോലെ കലക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരി അരച്ച് വെക്കുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് കലക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ല പഞ്ഞി പോലത്തെ അപ്പവും ദോശയൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ 1.5 മണിക്കൂർ ആയ ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എടുത്ത മാവാണ്. അപ്പോൾ ഞാൻ അവിടെ മാവ് അരച്ച് വെച്ച് നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് മാവ് വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിറയെ കുമിളകൾ വന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അധികം അതിനെ കലക്കി മിക്സ് ആണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ചുട്ടെടുക്കാം. നമ്മളിതിൽ ഉപ്പ് എല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ഇതിലിനി ഒന്നും ചേർക്കേണ്ട, നമുക്ക് ഈ ഒരു അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നല്ലതായിട്ട് ഒരു പഞ്ഞി പോലത്തെ അപ്പം തയ്യാറാക്കിയല്ലോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ അപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു തവിയും കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അപ്പം ചുറ്റിച്ചെടുക്കാനൊന്നും ആർക്കും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാനുള്ള കാര്യം തന്നെ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച ശേഷം ഒരു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യുക. കാരണം ആ അപ്പത്തിന് കുമിളകളെല്ലാം വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു അടപ്പ് കൊണ്ട് ഇതിനെ അടച്ചു കൊടുക്കാൻ. അങ്ങനെ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഞാൻ ഇവിടെ അപ്പം ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഒട്ടും തന്നെ കളറ് മാറേ ഒന്നും ചെയ്തില്ല. നമ്മൾ അരിയിലും തയ്യാറാക്കുന്ന അതേ കളറിൽ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്നും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് അളവിലാണ് കാണിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തും അപ്പം ഇതുപോലെ ഒന്ന് കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.